ഞങ്ങൾ ആ തീ കത്തുന്നതിന് വർക്ക്ഷോപ്പ് നമ്മുടെ പണിയെടുത്തുന്ന വർക്ക്ഷോപ്പ് നേരത്തെ ഞങ്ങൾ 1 മണിയൊക്കെ ഇവിടുന്ന് പോയത്. ശബരിമല വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. 1:45 കത്തിയത് ഈ തൊട്ട് പുറയിലാണ് കത്തി പിടിച്ചത്. കത്തി പിടിച്ച് കത്തി കയറിയായിരുന്നു. പക്ഷെ അത് കത്താനുള്ള സാഹചര്യം ഒന്നും ഇല്ല ഇവിടെ. അവിടെ പേപ്പറും കാര്യങ്ങളാണ് കിടന്നിരുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഒരു 2:15 എത്തിയത്. വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ എന്താ? ഒരുപാട് വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ ഇതിങ്ങനെ കത്തി റൂഫൊക്കെ പോയി മൊത്തം. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ മൊത്തം ആ ഭാഗം മൊത്തം പോയി. ഈ ഭാഗം മൊത്തം പോയി. ടൂൾസുകൾ, വാട്ടർ ടാങ്ക് മൊത്തം കത്തിപ്പോയി. 2 വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. അപ്പോൾ ആ ഭാഗത്തെ തീ വന്നു. ഇപ്പോൾ പുക വരുന്നുണ്ടില്ലേ, ആ ഭാഗത്തായിരുന്നു കത്തുണ്ടായത്. അപ്പോൾ നിന്നാണ് കത്തിയും കയറിയത്. പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചേനെ. നിയന്ത്രിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു 9 പേര് മരണം പറ്റുന്നത്. അതിനകത്ത് പണിക്കാർ അതിൻ്റെ ബിൽഡിങ്ങിന് 2ാം നിലയ്ക്കാണ് ഉറങ്ങുന്നത്. അവരറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഞങ്ങൾ ഇരുന്ന് ഗേറ്റ് ഒക്കെ പൊളിച്ച് കയറി പറയുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കത്തി ഞങ്ങൾ കയറി അങ്ങോട്ട്. അതാണ് കൂടുതൽ കത്തിയത്. പിന്നെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ ആക്രി സിലിണ്ടർ ആയിരുന്നു അല്ലേ? അല്ല, പാചകത്തിൻ്റെ ഉണ്ട്. അത് പിന്നെ എടുത്ത് മാറ്റി. ഫയർഫോഴ്സുകാർ വന്നപ്പോൾ തന്നെ എല്ലായിടത്തും പോലീസുകാർ പൊട്ടിത്തെറിച്ച എന്ന് പറഞ്ഞാൽ ആക്രി സിലിണ്ടർ ആയിരിക്കും. അത് കാലി സിലിണ്ടറായിരുന്നു, കഴിഞ്ഞ സിലിണ്ടറായിരുന്നു. ബാക്കി സിലിണ്ടർ തേവരയിലെ പോലീസുകാരും ഈ ഫയർഫോഴ്സുകാരും കൂടെ എടുത്ത് എല്ലാം ഓക്സിജൻ സെല്ലൊക്കെ എടുത്ത് പുറത്ത് മാറ്റി. വീട്ടിലെ സിലിണ്ടറും എല്ലാം ഈ തേവരയിലെ SI ശരസാറും ഞാനും ഇവിടെ കയറിയിട്ടാണ് ഞങ്ങൾ എടുത്ത് മാറ്റിയതൊക്കെ. അതാണ് ആ ദുരന്തം ഉണ്ടായില്ല. അത് പഴുത്തുപോയി. നമ്മൾ എടുത്ത് പക്ഷേ മാറ്റി, പൊട്ടിയില്ല. എടുത്ത് ഞങ്ങൾ പിന്നെ റോഡ് സൈഡിലോട്ട് എടുത്ത് വെച്ച്.